അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴത്തണ്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നമുക്ക് ആ നടുഭാഗത്തുണ്ടല്ലോ, ആ കാണുന്ന ഉള്ളിലുള്ള ആ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന്റെ പുറം തോട് ഒക്കെ നമുക്ക് ഇളക്കി മാറ്റാം കുറച്ച്. അപ്പൊ ഈ വാഴപ്പിണ്ടിയുടെ പുറംതൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഞാനിപ്പോ ഒരു 4 കഷ്ണം വാഴപ്പിണ്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഒരു വാഴപ്പിണ്ടി എടുക്കുക, അതിന്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പൊ ഒരു നാര് പോലെ കാണും, അത് നമുക്കെടുത്ത് മാറ്റാം. വളരെ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ രണ്ടറ്റത്തുള്ള നാരുകൾ എടുത്ത് മാറ്റിയാൽ മതി. ഒരുപാട് നാരൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഇതിന്റെ പുറന്തോടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതിനെ രണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോന്നും ഇതുപോലെ രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്ന അളവിലാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതിന്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് നൈസായിട്ട് കനം കുറച്ച് കട്ട് ചെയ്യരുത്, ചെറിയൊരു കനം വേണം. അപ്പൊ കണ്ടില്ലേ, ചെറിയൊരു കനത്തില് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോ കട്ട് ചെയ്തെടുത്തതെല്ലാം അതിന്റെ നിറം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോര് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് കുറച്ച് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കട്ട് ചെയ്തെടുത്ത ഓരോ വാഴപ്പിണ്ടിയും ഇതിലിട്ട് വെക്കുക. അപ്പോൾ നിറം മാറാതെ നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ബാക്കി വരുന്ന മോരും വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഒരുപാട് ആരോഗ്യത്തിന് നല്ലതാണ് ഈ വാഴപ്പിണ്ടി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത്. കിഡ്നി സ്റ്റോണിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പൊ എല്ലാം മോരും വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കഴുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ മോരും വെള്ളത്തിൽ നിന്നും എടുത്ത വാഴപ്പിണ്ടി ഒന്ന് വേവിച്ചിട്ടെടുക്കണം. പിന്നെ മോരും വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് മഞ്ഞൾ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതിലും ഇട്ട് വെക്കാവുന്നതാണ്. അതാകുമ്പോൾ ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും, ഇതാവുമ്പോൾ വെള്ള കളറിൽ തന്നെ ഇരിക്കും. ഇനി ഇതൊന്ന് ആവിയേറ്റാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇഡ്ഡലി ചെമ്പില് കുറച്ച് വാഴയില വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ വാഴപ്പിണ്ടി നിരത്തി വെച്ച് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ആവിയേറ്റേണ്ട ആവശ്യമൊന്നുമില്ല, 50% ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുതേ. അപ്പൊ നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഒരുപാടൊന്നും വെന്ത് കുഴഞ്ഞു പോവാതെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ വാഴപ്പിണ്ടിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് വളച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ വളയും. അപ്പൊ ഇതാണ് കറക്റ്റ് വേവിച്ചെടുത്തിട്ടുള്ള പരുവം. അതുകൊണ്ടാണ് പറഞ്ഞത് 50% വെന്ത് കിട്ടിയാൽ മാത്രം മതി. നമ്മൾ വളച്ച് നോക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകരുത്, അതാണ് കറക്റ്റ് പരുവം. ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് കടലമാവ് എടുക്കാം, അല്ലെങ്കിൽ മൈദാമാവ് എടുക്കാം. കോൺഫ്ലോർ ആണ് കുറച്ചും കൂടെ നല്ലത്. കടലമാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല കളറും കൂടി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തരിയൊന്നുമില്ലാത്ത ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് ഒരു 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവും ഉപ്പും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് വാഴപ്പിണ്ടി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ കോട്ട് ചെയ്യുന്ന സമയത്ത് ആ വാഴപ്പിണ്ടിയുടെ ഈർപ്പം കൊണ്ട് തന്നെ മാവ് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പൊ ബാക്കിയുള്ള മാവ് ഇതുപോലെ തട്ടിക്കുടഞ്ഞിട്ട് വേണം ഓരോന്നും എടുക്കാനായിട്ട്. അപ്പൊ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. കുറച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാ വാഴപ്പിണ്ടിയുടെ കഷ്ണങ്ങളും മാവിലിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് തട്ടിക്കുടഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടാക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പൊ ഞാനിപ്പോ ഇത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതിൻ്റെ നിറമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറം ആവരുത്, നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം. അതുപോലെ തന്നെ ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് ഇത് കോരി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോരി എടുത്തതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെയാണ് കറിവേപ്പില ഇട്ടിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതാ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണയിൽ നിന്നും കോരി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. അപ്പം ഫ്രൈ ചെയ്തെടുത്ത വാഴപ്പിണ്ടിയെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര മാത്രം ക്രിസ്പി ആണെന്ന് കണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വാഴപ്പിണ്ടി ആദ്യം മാവുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുറച്ച് വലിയ ജീരകത്തിന്റെ പൊടിയോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാം പറ്റി പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ കറിവേപ്പിലയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മണമാണ്. വാഴപ്പിണ്ടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, കുട്ടികളായാലും മുതിർന്നവരായാലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇതിൽ നിന്നും കുറച്ചെടുത്ത് കാണിച്ചു തരാം എത്രമാത്രം ക്രിസ്പി ആണെന്നുള്ളത്. കണ്ടില്ലേ, നല്ലോണം മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്, നല്ലൊരു മണമാണ് കറിവേപ്പിലൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പൊ എന്തായാലും വാഴപ്പിണ്ടി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്